നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളുടെ ഫ്ലട്ടർ API സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ആ വെതർ ആപ്പിന്റെ UI എങ്ങനെയാണ് ചെയ്യാന്നാണ് നോക്കിയിരുന്നത്. നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ലൊക്കേഷൻ പിക്ക് ചെയ്യുന്നതാണ്. നമ്മളുടെ വെതർ ആപ്പ് ഇതാണ് നമ്മൾ ബിൽഡ് ചെയ്തത്. ഇത് ഡിസൈനാണ്, ആക്ച്വലി എൻ്റെ എമുലേറ്റർ റണ്ണായി വരുന്നുള്ളൂ. സോ നമുക്ക് വേണ്ടത് ഇതാണ് നമ്മൾ ബിൽഡ് ചെയ്തത്. നമുക്ക് എന്ത് ചെയ്യണം, ആക്ച്വൽ ലൊക്കേഷൻ നമുക്ക് പിക്ക് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ അത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ലെറ്റ് മി ഹാവ് സം ഫ്യൂ വേർഡ്സ് അബൌട്ട് ദറ്റ് ലൊക്കേഷൻ. ഞാൻ നോട്ട് പാഡിൽ നിന്ന് എടുക്കുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് ലൊക്കേഷൻ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് മെയിനായിട്ട് രണ്ട് പാക്കേജാണ്. ഒന്ന് ജിയോ ലൊക്കേറ്റർ എന്ന് പറയുന്നൊരു പാക്കേജ്, ജിയോ ലൊക്കേറ്റർ. ഓക്കെ, ആൻഡ് ജിയോ ലൊക്കേറ്റർ ലൊക്കേഷൻ ഈസ് ആക്ച്വലി സംതിങ് ലൈക്ക് നിങ്ങളുടെ അതല്ലെങ്കിൽ നമ്മളുടെ മാപ്പിൽ നമ്മളുടെ ലാറ്റിറ്റ്യൂഡ് വാല്യൂവും ലോഞ്ചിറ്റ്യൂഡ് വാല്യൂ ആണ് നമ്മളുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ടൈപ്പ് എന്ന് പറയുന്നത് പൊസിഷൻ എന്നുള്ള ടൈപ്പിലാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ലൊക്കേഷൻ പിക്ക് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മളൊരു പൊസിഷൻ വേരിയബിൾ, പൊസിഷൻ ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ലൊക്കേഷൻ അതിലേക്ക് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ നമ്മൾ സേവ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫയർബേസിലേക്കോ നിങ്ങൾ ബാക്ക് എൻഡിലേക്ക് സേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൊസിഷൻ ഡോട്ട് ലാറ്റിറ്റ്യൂഡും ആൻഡ് പൊസിഷൻ ഡോട്ട് ലോഞ്ചിറ്റ്യൂഡ് വാല്യൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പാക്കേജ് ആണ് ഈ പറയുന്ന ജിയോ ലൊക്കേറ്റർ എന്നുള്ള പാക്കേജ്. ആൻഡ് നമ്മളത് പബ്ഗെറ്റ് ചെയ്യണം ഈ പാക്കേജ് ആഡ് ചെയ്തിട്ട്. ദെൻ പിന്നെ ലൊക്കേഷൻ ഈസ് ആക്ച്വലി എ വാല്യൂ. ഇത് ഡിഗ്രിയിലായിരിക്കും എന്തുണ്ടാവുക, ഈ വാല്യൂ ഉണ്ടാവുക. ഓക്കെ, ഈ പൊസിഷൻ വാല്യൂ, ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് വാല്യൂ ഡിഗ്രിയിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ നമുക്ക് ഇത് യൂസർക്ക് ഒരു വാല്യൂ കാണിച്ചു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഡിഗ്രിയിലൊരു വാല്യൂ നിങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസർക്ക് അത് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട് എൻഡിൽ അത് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം, we have to show it as some place name or place mark എന്നാണ് പറയുന്നത്. പ്ലേസ് മാർക്കായിട്ട് കാണണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ ലൊക്കേഷൻ്റെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ റിവേഴ്സ് ചെയ്യണം. ലൈക്ക് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് വാല്യൂന്ന് നമ്മൾ അതിൻ്റെ പ്ലേസ് ഏതാണ് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് പിക്ക് ചെയ്യണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജിയോ കോഡിംഗ് എന്ന് പറയുന്ന പാക്കേജ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ജിയോ ലൊക്കേറ്റർ. അതല്ലെങ്കിൽ ജിയോ ലൊക്കേറ്ററും ജിയോ കോഡിംഗും ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ലൊക്കേഷൻ പിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ രണ്ട് പാക്കേജ് ആഡ് ചെയ്യണം. നമ്മളിവിടെ സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്ത് വേണ്ടി വരും, പ്രൊവൈഡർ പാക്കേജ് വേണ്ടി വരും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതെങ്ങനെ ഉപയോഗിക്കും എന്നുള്ള കാര്യമൊക്കെ ഒഫീഷ്യലി ഈ പാക്കേജിന്റെ ഡോക്യുമെന്റേഷനിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാം. ഞാനത് എങ്ങനെയാണ് എഴുതുക എന്നാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, സോ വെൽക്കം ടു ദ വീഡിയോ. ആദ്യം തന്നെ നമുക്ക് എന്ത് വേണം, നമുക്ക് നെസസറി ആയിട്ടുള്ള പാക്കേജസ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ പബ് സ്പെക്കിൽ പോവുക. നമുക്ക് എന്ത് ചെയ്യണം, ഈ ഡിപ്പെൻഡൻസിയുടെ അണ്ടറിൽ ഈ പാക്കേജസ് ആഡ് ചെയ്യണം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി ടെർമിനലിൽ നിന്ന് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. സോ ഐ എം ഗോയിങ് ടു യൂസ് എ ടെർമിനൽ. സോ ഇവിടെ നമ്മൾ ഇത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ന്യൂ ഇന്റർഫേസ് ആണ്. ഇതിൽ ടെർമിനൽ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ പഴയ ഇന്റർഫേസ് ആണ്, താഴെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾക്ക് അത് സ്വിച്ച് ചെയ്യാം. ഇവിടെ വന്ന് ഫയലിൽ പോയി സെറ്റിംഗ്സ് എടുത്തിട്ട് ന്യൂ UI എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ന്യൂ UI കിട്ടും. ഓക്കെ, ആൻഡ് നിങ്ങൾ VS കോഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ് ടെർമിനൽ എടുക്കുക എന്നുള്ളത്. ദ കമാൻഡ് ഈസ് ലൈക്ക് ദിസ്, ഫ്ലട്ടർ പബ് ആഡ് വാട്ട് ഈസ് എ പാക്കേജ് നെയിം. സോ എനിക്ക് ആദ്യം ജിയോ ലൊക്കേറ്റർ വേണം. സോ ടൈപ്പ് ദ പാക്കേജ് നെയിം പ്ലസ് എൻ്റർ. ദെൻ എന്ത് ചെയ്യും, ആ പാക്കേജ് ഡിപ്പെൻഡൻസിയുടെ അണ്ടറിൽ ആഡ് ആവും. Okay, if everything is okay, you are going to get a exit code 0. Then after that you have to add another package called geo coding. So ഞാൻ അത് ആഡ് ചെയ്തു. Then പഴയ ഹിസ്റ്ററി കിട്ടാൻ അപ്പ് ആരോ പ്രസ് ചെയ്താൽ മതി. Then I need geo coding. Okay, then last one you need provider package. നമ്മൾ സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡർ ഉപയോഗിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷനാണ്, നിങ്ങൾ സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. സെറ്റ് സ്റ്റേറ്റ് ഉപയോഗിച്ച് ചെയ്യാം. ഞാനിവിടെ പ്രൊവൈഡർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. മേ ബി ഇൻ റിയൽ വേൾഡ് യു ഹാവ് ടു യൂസ് സം സ്റ്റേറ്റ് മാനേജ്മെന്റ് ടെക്നിക്സ്. സോ അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പ്രൊവൈഡറാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ലാസ്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, പ്രൊവൈഡർ ആഡ് ചെയ്യാം. സോ ഗോ ടു ടെർമിനൽ ആൻഡ് ആഡ് ദാറ്റ് പാക്കേജ് പ്രൊവൈഡർ. ഓക്കെ, നൗ യു ഹാവ് ജിയോ ലൊക്കേറ്റർ, ജിയോ കോഡിംഗ് ആൻഡ് ഇത് കഴിഞ്ഞാൽ ഇവിടെ പ്രൊവൈഡറും കൂടി വരും. ഓക്കെ,
ഓക്കെ, സോ പ്രൊവൈഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മെയിൻ ഡോട്ട് ഡാർട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യണം, പ്രൊവൈഡറെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രൊവൈഡറിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണണം. നമ്മുടെ ചാനലിലുണ്ട് പ്രൊവൈഡർ സ്റ്റേറ്റ് മാനേജ്മെന്റ് യൂസിങ് പ്രൊവൈഡർ എന്നുള്ളത്. ഓക്കെ, ദെൻ ഐ എം ഗോയിങ് ടു മേക്ക് ദിസ് ഈ മെറ്റീരിയൽ ആപ്പിനെ ഞാൻ എന്ത് ചെയ്യാണ്, റാപ്പ് വിത്ത് വിഡ്ജറ്റ് കോൾഡ് മൾട്ടി പ്രൊവൈഡർ. ഓക്കെ, ഇതിപ്പോൾ തന്നെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം പിന്നീട് ചെയ്താൽ മതി. സോ പ്രൊവൈഡേഴ്സ് എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, ആൻഡ് ലെറ്റർ നമ്മളിവിടെ വന്നിട്ട് നമ്മളെ പ്രൊവൈഡേഴ്സ് എന്ത് ചെയ്യും ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നൗ ഇഫ് എവറിത്തിങ് ഈസ് ഓക്കെ നമുക്കൊന്ന് പബ്ഗെറ്റ് ചെയ്യാം. മേക്ക് ഷുവർ ദാറ്റ് എവറിത്തിങ് ഈസ് ഓക്കെ, എവറി പാക്കേജ് ഈസ് ഫെച്ച്ഡ് കറക്റ്റ്ലി. ഓക്കെ, ആൻഡ് നൗ യു ഗോട്ട് ആൻ എക്സിറ്റ് കോഡ് 0. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ കോഡിങ്. സോ ഇതാണ് നമ്മളുടെ എന്ത്, this is what we built and this is what is our design is. I'm going to close the design because already നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഈ യൂസർ എവിടെ നിന്നാണോ ആപ്പ് ആക്സസ് ചെയ്യുന്നത് എക്സാക്ട്ലി ഐ നീഡ് ടു ഗെറ്റ് ദാറ്റ് ലൊക്കേഷൻ. ദെൻ ഐ നീഡ് ടു ഷോ എ മെസ്സേജ് ആൻഡ് ദാറ്റ്സ് അപ് ടു യു. ഇവിടെ വേണമെങ്കിൽ ഡേറ്റ് കാണിക്കാം, മെസ്സേജ് കാണിക്കാം, വാട്ട് എവർ. ഓക്കെ, സി നമ്മുടെ പ്രൈമറി ഇന്റൻഷൻ എന്ന് പറയുന്നത് ഐ നീഡ് ടു ഗെറ്റ് ദ ലൊക്കേഷൻ ഓഫ് ദിസ് യൂസർ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മൾ ആപ്പ് തുറന്നു വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ലൊക്കേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ സർവീസ് ഒക്കെ ഓൺ ആണെങ്കിൽ നമ്മളോട് പെർമിഷൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇവിടെ യു ഹാവ് ടു ആഡ് 2 ലൈൻസ് ഇൻ യുവർ ആൻഡ്രോയിഡ്. ഞാൻ ആൻഡ്രോയിഡ് സൈഡാണ് ചെയ്യുന്നത്, iOS ഞാൻ ചെയ്യുന്നില്ല ബിക്കോസ് ഐ ആം ഓൺ എ വിൻഡോസ് മെഷീൻ. സോ ആൻഡ്രോയിഡ് എടുത്തു, ആപ്പിൻ്റെ ഉള്ളിൽ വന്നു, SRCയിൽ വന്നു, then go to main and manifest file പോവാം. Then before this application you have to add the permissions. ഇവിടെ ആയിരിക്കും നമ്മൾ പെർമിഷൻ ആഡ് ചെയ്യുന്നത്. You need to provide 2 permissions, one for your precise location, fine location എന്നാണ് പറയുക, പിന്നെ ഒന്ന് കോഴ്സ് ലൊക്കേഷനുമാണ്. നിങ്ങൾ ഇത് കാണാതെ പഠിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് ഗൂഗിൾ ക്രോം എടുത്തിട്ട് യു ക്യാൻ ടൈപ്പ് ഹിയർ. സി ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു location permission in Android manifest. ജസ്റ്റ് ഒരു കീവേഡ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ആൻഡ്രോയിഡ് ഒഫീഷ്യൽ ഡോക്യുമെന്റേഷനിൽ എന്തായിരിക്കും, എന്താണ് ആ പെർമിഷന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സാക്ട്ലി ആ കോഡ് എക്സാക്ട്ലി അവിടെ ഉണ്ടായിരിക്കും. നമ്മൾ ആ 2 പെർമിഷൻ റിക്വസ്റ്റിനുള്ള അതെന്ത് ചെയ്യണം, ആ ലൈൻ അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ആൻഡ് ഇവിടെ വന്നിട്ട് സി ദിസ് ഈസ് വാട്ട് യു ഹാവ് ടു ആഡ്. ആൻഡ് മാനിഫെസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ 2 ലൈനാണ് കോപ്പി ചെയ്യേണ്ടത്. കോപ്പി ദിസ് ലൈൻ, ദെൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ തുറന്ന മാനിഫെസ്റ്റിൽ ഫസ്റ്റ് ഞാൻ ആഡ് ചെയ്ത ഒന്ന്, ദാറ്റ് ഈസ് ആക്സസ് കോഴ്സ് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊന്ന്. ദെൻ യു നീഡ് ടു ആഡ് ദ ഫൈൻ ലൊക്കേഷൻ ആൻഡ് ദീസ് 2 ലൈൻസ്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഫൈൻ ലൊക്കേഷൻ ആഡ് ചെയ്യുക. ഓക്കെ, നൗ എവറിത്തിങ് ഈസ് ഓക്കെ ആൻഡ് യു ഹാവ് ടു സ്റ്റോപ്പ് ദ ആപ്പ് ആൻഡ് റൺ അഗെയിൻ. ലെറ്റ് മീ സ്റ്റോപ്പ് ദിസ്. ഓക്കെ, ദെൻ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് റൺ ചെയ്യാം. ഇനി ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലെറ്റ് മീ കൊളാപ്സ് ദിസ്. ഓക്കെ, ആൻഡ് ഇവിടെ വന്നിട്ട് ഞാനൊരു പുതിയ ഫയൽ ഉണ്ടാക്കുകയാണ്. നമ്മളെ സ്ക്രീൻസിൽ വന്നു, ഐ എം ഗോയിങ് ടു ഹാവ് എ ന്യൂ ഫോൾഡർ. ഇവിടെ വന്നിട്ട് സി സർവീസസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കി. നമ്മൾ വെദർ അല്ല, നമ്മുടെ ലൊക്കേഷൻ പിക്ക് ചെയ്യാൻ നമ്മൾ സർവീസ് ക്ലാസ് എഴുതാൻ പോവാണ്. സോ ഇവിടെ വന്നിട്ട് ഞാനൊരു ഡോട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഐ എം ഗോയിങ് ടു call this as location underscore provider. Okay, and okay, then import നമുക്ക് ചെയ്യാം. I'm going to have a class called location. It's a provider class, so provider, give it as provider, then that is extended from, or you can have with change notifier. Okay, and this is the class. And ഇനി ഈ ക്ലാസ്സിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മെയിൻ ആയിട്ട് 2 ഫംഗ്ഷനാലിറ്റിയാണ്. ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ആസ്ക് ദ പെർമിഷൻ ടു ഫെച്ച് ദ ലൊക്കേഷൻ. ദെൻ ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു ഗെറ്റ് ദ ലൊക്കേഷൻ. ഓക്കെ, ദെൻ നമ്മൾ അതിനെ എന്ത് ചെയ്യും, റിവേഴ്സ് ചെയ്യും. ആൻഡ് ആ ലൊക്കേഷൻ നമ്മൾ എന്ത് ചെയ്യും, get the place or place mark. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ ജിയോ ലൊക്കേറ്റർ പാക്കേജ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഗെറ്റ് ദ ലൊക്കേഷൻ. ആൻഡ്
Before that, I'm going to have some getters here. നിങ്ങൾക്ക് അറിയാം ഗെറ്ററും സെറ്ററും എന്താന്നുള്ള കാര്യം അറിയാം. ബിക്കോസ് നമ്മൾ സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ പോകണം, നമ്മൾ പുറത്തുനിന്ന് എന്ത് ചെയ്യാൻ പോവാണ്, ഈ ക്ലാസ്സിലുള്ള ലൊക്കേഷൻ വേരിയബിളിനെ നമ്മൾ പുറത്തുനിന്ന്, ഈ ക്ലാസ്സിന് പുറത്തുനിന്ന് വേറൊരു സ്ക്രീനിൽ നിന്നാണ് ആക്സസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ ക്ലാസ്സിന്റെ ഇൻസ്റ്റൻസ് ഞാൻ പല സ്ഥലത്ത് ഉപയോഗിക്കും. അപ്പോൾ ഇതിനകത്തുള്ള പ്രോപ്പർട്ടീസും ഇതിനകത്തുള്ള മെത്തേഡ്സും ഒക്കെ എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും, വേറൊരു ലൈബ്രറിക്ക് അതൊന്നുകൂടെ ആക്സസ് ചെയ്യേണ്ടി വരും. സോ അപ്പോൾ നമ്മൾ അതിനെ എൻകാപ്സുലേറ്റ് ചെയ്യാൻ വേണ്ടി ഐ എം ഗോയിങ് ടു ഹാവ് സം പ്രൈവറ്റ് വേരിയബിൾസ്. സോ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞിരുന്നു പൊസിഷൻ എന്ന് പറയുന്നത് ഈ ടൈപ്പിലാണ് വരിക. ദാറ്റ് ഈസ് പൊസിഷൻ. ഓക്കെ, പൊസിഷൻ ഐ എം ഗോയിങ് ടു കോൾ ഇറ്റ് ആസ് കറണ്ട് പൊസിഷൻ. ഓക്കെ, ആൻഡ് ഈ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ജിയോ ലൊക്കേറ്റർ പാക്കേജിൽ നിന്ന് വരുന്നതാണ്. യു ഹാവ് ടു ഇമ്പോർട്ട് ദാറ്റ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് നള്ളബിൾ. ഇവിടെ എന്ത് ചെയ്യണം, നൾ ഓപ്പറേറ്റർ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്കൊരു ഗെറ്റർ എഴുതാം ഈ പൊസിഷൻ ഗെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഞാൻ ഈ പൊസിഷൻ ടൈപ്പിൽ ഐ എം ഗോയിങ് ടു കോൾ എ ഗെറ്റർ ഗെറ്റ് അണ്ടർസ്കോർ current position, an arrow function, then this should be current position. Okay, I think you know what is getter. ഇത്രേ ഉള്ളൂ. നമ്മൾ ഇവിടുന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പൊസിഷൻ പിക്ക് ചെയ്തിട്ട് ലോജിക് ഒക്കെ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് ഈ വേരിയബിളിലായിരിക്കും എന്ത് നമ്മുടെ കറണ്ട് പൊസിഷൻ സ്റ്റോർ ആവുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ്സിന് പുറത്തുനിന്ന് ഈ ഒരു വേരിയബിളിലുള്ള വാല്യൂ ആക്സസ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇത് പ്രൈവറ്റ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ പ്രൈവറ്റ് വേരിയബിളിലെ വാല്യൂ എടുക്കാൻ വേണ്ടി ഞാനൊരു ഗെറ്റർ എഴുതി. ഈ ഗെറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ആക്ച്വലി ഗോയിങ് ടു ഗെറ്റ് ദിസ് തിങ്. ഓക്കെ, ആൻഡ് if you are not familiar with that getter and setter, and you have to master it, because നമ്മൾ ഈ എൻകാപ്സുലേഷൻ ഒബ്ജക്റ്റ് ഓറിയന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഗെറ്ററും സെറ്ററും ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, ഇനിയുള്ളത് എനിക്ക് എന്ത് ചെയ്യണം, ആദ്യത്തെ കാര്യം ഈ പെർമിഷൻ ചോദിക്കണം. അപ്പോൾ ഞാനിവിടെ നമ്മളുടെ പൊസിഷൻ ഗെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മെത്തേഡ് എഴുതുകയാണ്. അത് ഞാൻ എഴുതാൻ പോകുന്നത് ഒരു വോയിഡ് മെത്തേഡാണ്. ഇറ്റ്സ് എ ഫ്യൂച്ചർ. ബിക്കോസ് നമ്മൾ പൊസിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മളുടെ GPS അല്ലെങ്കിൽ നമ്മളുടെ പ്രിസൈസ് ലൊക്കേഷൻ പിക്ക് ചെയ്യണം. അത് ആ ഇൻസ്റ്റന്റിൽ വരുന്നൊരു കാര്യമല്ല. ദാറ്റ് ഇസ് എ ഫ്യൂച്ചർ. ഫ്യൂച്ചർ ഈസ് നത്തിങ് എ വാല്യൂ ഓർ ദാറ്റ് യു ആർ ഗോയിങ് ടു ഗെറ്റ് ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ കിട്ടുന്ന ഒരു കാര്യമാണ്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു, ഇതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വോയിഡ്. ഞാൻ വോയിഡ് ആണ് എഴുതിയേക്കുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനൊരു പേര് കൊടുക്കുക. യു ക്യാൻ ഗിവ് എനി നെയിം. ഐ എം ഗോയിങ് ടു ഗോ ഡിറ്റർമൈൻ വാട്ട് പൊസിഷൻ അല്ലേ, അപ്പോൾ നമുക്ക് പൊസിഷൻ എന്ന് കൊടുക്കാം. ഡിറ്റർമൈൻ പൊസിഷൻ. ഓക്കെ, ഇറ്റ്സ് എ മെത്തേഡ്. ദെൻ ഇനി ചെയ്യേണ്ടത്, ഇത് ഫ്യൂച്ചർ ആയതുകൊണ്ട് ദാറ്റ് ഈസ് ആൻ അസിങ്ക്. ഓക്കെ, ഈ ഫ്യൂച്ചർ അസിങ്ക് ഓപ്പറേഷൻസ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. Future is nothing but a value or error that you are going to get in future, and you are waiting for that thing. അതുകൊണ്ട് തന്നെ ഇത് എന്തായിരിക്കും, അസിൻക്രോണസ് ഓപ്പറേഷൻ ആണ്. ഒന്നിന് പുറകെ ഒന്നായിട്ടാണ് നടക്കുന്നത്. എന്തായിരിക്കും, അസിങ്ക് ആക്കി വെക്കുകയാണ്. ദാറ്റ് മീൻസ് ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി ആക്ടിവിറ്റികൾ നമുക്ക് നടക്കണം. ഇതെപ്പോൾ വരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് കിട്ടും. അതാണ് അസിങ്ക് എന്ന് പറയുന്നത്. ഇതിനപ്പോൾ നമ്മൾ എന്തിനോ വേണ്ടി അവൈറ്റ് ചെയ്യാണ്. അപ്പോൾ അത് നമ്മൾ എഴുതണം. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ പറയുന്ന പെർമിഷൻ, ലൊക്കേഷൻ പിക്ക് ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് തന്നിട്ടുണ്ടോ, ഈ ആപ്പ് അല്ലെങ്കിൽ യൂസർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ നോക്കണം. അപ്പോൾ ഞാൻ ആ ജിയോ ലൊക്കേറ്ററിനകത്തുനിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ പിക്ക് ദാറ്റ് ലൊക്കേഷൻ അല്ലെങ്കിൽ ആ പെർമിഷൻ. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ഹാവ് എ സർവീസ് എനേബിൾഡ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കി. എനേബിൾഡ്, ദാറ്റ്സ് എ ബൂൾ വേരിയബിൾ. ദെൻ ഇനി ഞാൻ വേറൊരു വേരിയബിൾ ഉണ്ടാക്കുകയാണ്. ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം ലൊക്കേഷൻ പെർമിഷൻ എന്ന് പറഞ്ഞൊരു വേരിയബിൾ, ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാക്കി. ലൊക്കേഷൻ വേരിയബിൾ, ലൊക്കേഷൻ പെർമിഷൻ, ദാറ്റ് ഈസ് കോൾഡ് പെർമിഷൻ. ഓക്കെ, ദെൻ ഇനി ചെയ്യാൻ പോകുന്നത്, വി ഹാവ് ടു ചെക്ക് സർവീസ് എനേബിൾഡ് ഈക്വൽ ടു await, സോറി കൈ അറിയാതെ തട്ടിയാണ്, await. എന്തിനു വേണ്ടി അവൈറ്റ് ചെയ്യുന്നത്, കോൾ ദറ്റ് ജിയോ ലൊക്കേറ്റർ പാക്കേജ്, ജിയോ ലൊക്കേറ്റർ ക്ലാസ്സിനെ കോൾ ചെയ്തു. ദെൻ ഈസ് ലൊക്കേഷൻ സർവീസ് എനേബിൾഡ് എന്നുള്ള മെത്തേഡിനെ കോൾ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു ബൂൾ വാല്യൂ കിട്ടും. സർവീസ് എനേബിൾഡ് ആണെങ്കിൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് എ ട്രൂ, അതർവൈസ് യു ആർ ഗോയിങ് ടു ഗെറ്റ് എ false. Okay, then we are going to check, have some check. If not service enabled ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ
എന്ത് ചെയ്യണം? അണ്ടർസ്കോർ നമ്മുടെ കറണ്ട് പൊസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നൾ. അതായത് നമുക്ക് എന്തില്ല, പൊസിഷൻ ഇല്ല, പൊസിഷനിൽ വന്ന വാല്യൂ നള്ളാണ്. ഓക്കെ, I think I have an error here, and this should be current position and never put a underscore here because ഇത് എന്താണ്, പ്രൈവറ്റ് വേരിയബിൾ ആണ്. അപ്പോൾ അതിൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് അണ്ടർസ്കോർ ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, പൊസിഷൻ, കറണ്ട് പൊസിഷൻ ആൻഡ് മേക്ക് ഇറ്റ് നള്ളബിൾ. ഓക്കെ, നൗ കറണ്ട് പൊസിഷൻ, ഐ തിങ്ക് ഐ ഹാവ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു. ഓക്കെ, ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ആൻഡ് യു ഹാവ് ടു സെറ്റ് ദാറ്റ് കറണ്ട് പൊസിഷൻ ഈക്വൽ ടു നൾ. ഓക്കെ, ദെൻ ഇനി എന്ത് ചെയ്യണം, യു ഹാവ് ടു നോട്ടിഫൈ ദ ലിസണേഴ്സ്. Notify listeners, and one more thing, if you are not familiar with this provider, go and watch my video on providers. ഞാൻ അവിടെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നോട്ടിഫൈ ലിസണേഴ്സ്, then return. I'm going to return anything, return. Okay, then നമ്മൾ ഒരു ചെക്ക് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെക്ക് പെർമിഷൻ ചെക്ക് ചെയ്യാൻ പോകണം. സോ ഇപ്പൊ നമ്മൾ ചെക്ക് ചെയ്തത് ലൊക്കേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെന്നാണ്. ഇനി നമ്മൾ ലൊക്കേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നമ്മൾ ഫോണിനകത്ത് നിങ്ങൾക്ക് ഏതൊക്കെ ആപ്പ് ലൊക്കേഷൻ ആക്സസ് ചെയ്യണം നിങ്ങൾക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പൊ നമ്മൾ ചെക്ക് ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ആ ലൊക്കേഷൻ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ഹാവ് വൺ മോർ വേരിയബിൾ ഹിയർ ആൻഡ് ദാറ്റ് പെർമിഷൻ. സോ ഞാൻ എന്ത് ചെയ്തു, പെർമിഷൻ ഈക്വൽ ടു await geolocator dot check permission, call that check permission. Then ഇവിടെ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്, ലൊക്കേഷൻ പെർമിഷൻ എന്നുള്ള ടൈപ്പിലുള്ള ഒരു ഒബ്ജക്റ്റ് ആണിത്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് കണ്ടീഷൻസ് ചെക്ക് ചെയ്യാണ്. ഇഫ് പെർമിഷൻ ഈക്വൽ ടു ലൊക്കേഷൻ പെർമിഷൻ ഡോട്ട് ഡിനൈഡ്, അതായത് ലൊക്കേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ഡിനൈ ചെയ്തു. നമുക്ക് ഒരു ചോദ്യം ഇവിടെ വരും സ്ക്രീനിൽ, വൈൽ യൂസിങ് ദിസ് ആപ്പ് ഓൾവേസ് അല്ലെങ്കിൽ ഡിനൈ എന്നുള്ള ഓപ്ഷനൊക്കെ വരും. അപ്പോൾ ഞാനിവിടെ ലൊക്കേഷൻ പെർമിഷൻ ഡിനൈഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം, യു നീഡ് ടു കോൾ ദാറ്റ് പെർമിഷൻ ഈക്വൽ ടു, അഗെയിൻ ഞാൻ എന്ത് ചെയ്യാണ്, await geolocator dot check permission, or you can have request permission. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ആ പെർമിഷൻ ചോദിക്കും. അപ്പോഴായിരിക്കും ആ സാധനം എന്ത് ചെയ്യുന്നത്, ആ സ്ക്രീനിൽ ഒരു വിൻഡോ വരുന്ന കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ എം ഗോയിങ് ടു ഹാവ് വൺ മോർ ചെക്ക്. ഇഫ് പെർമിഷൻ ഈക്വൽ ടു ലൊക്കേഷൻ പെർമിഷൻ ഡോട്ട് ഡിനൈഡ്. നമ്മളത് വന്നപ്പോൾ എന്ത് ചെയ്തു, ഡിനൈ ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെ കറണ്ട് പൊസിഷൻ എന്ന് പറയുന്നത്, ബിക്കോസ് വി ഡിനൈഡ് കറണ്ട് പൊസിഷൻ ഈസ് നൾ ആൻഡ് നോട്ടിഫൈ ലിസണേഴ്സ്, then I'm going to return nothing. Okay, current position equal to null. Okay, then after that എന്ത് ചെയ്യണം, ഇനി നമ്മൾ അടുത്ത ചോദ്യം ഇതാണ്, ഇഫ് പെർമിഷൻ equal to location permission dot denied forever എന്ന് വെച്ചാൽ നമ്മൾ പെർമിഷനെ കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ നമ്മളെ കറണ്ട് പൊസിഷൻ എന്തായിരിക്കും, നള്ളായിരിക്കും. then you have to notify the listeners, then after that return. okay, then ഇതൊന്നും അല്ലെങ്കിൽ എന്തായിരിക്കും, വി ഹാവ് ദ പെർമിഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് പൊസിഷൻ എന്ന് പറഞ്ഞിട്ട്, ഇത് ടൈപ്പ് ഓഫ് ദിസ് വേരിയബിൾ ഇസ് പൊസിഷൻ. അപ്പോൾ നമുക്ക് ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ലോഞ്ചിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് വാല്യൂ എടുത്ത് ഈ കറണ്ട് പൊസിഷനിലേക്ക് നമ്മൾ സേവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വി ആർ ഗോയിങ് ടു await geolocator dot get current position എന്ന് കോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തുണ്ടായിരിക്കും, നമ്മൾ ഈ പെർമിഷൻ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യും, ആപ്പ് നമ്മളെ ലൊക്കേഷൻ ഫെച്ച് ചെയ്യും, എന്നിട്ട് ഇത് എന്ത് ചെയ്യും, ഇവിടെ സേവ് ചെയ്യും. ഓക്കെ, ലെറ്റ് മീ പ്രിന്റ് ദാറ്റ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഐ ഹാവ് ടു പ്രിന്റ് ദാറ്റ് ജിയോ കറണ്ട് പൊസിഷൻ, നമ്മളുടെ
കറണ്ട് പൊസിഷൻ എന്ത് ചെയ്യാണ്, ഞാൻ പ്രിന്റ് ചെയ്യണം. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു നോട്ടിഫൈ ദ ലിസണേഴ്സ്. ബിക്കോസ് നമ്മൾ ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ, പുറത്തുനിന്ന് ആക്സസ് ചെയ്യുമ്പോൾ അത് കൺസ്യൂം ചെയ്ത ആളുകളെ നമ്മൾ അറിയിക്കണം. അതായത് അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോട്ടിഫൈ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ലെറ്റ് മീ ഫോർമാറ്റ് ദിസ് അഗെയിൻ. ഓക്കെ, ഐ തിങ്ക് ദിസ് ഇസ്, ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഈ ഒരു കാര്യം നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല സത്യത്തിൽ. ഇതിങ്ങനെ ഞാൻ എഴുതിയ പോലെ സ്വന്തമായിട്ട് എഴുതിണ്ടാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓൾറെഡി ഈ ജിയോ ലൊക്കേറ്റർ പാക്കേജിന്റെ പബ് ഡെവിൽ പോയ ജിയോ ലൊക്കേറ്റർ പാക്കേജ് എടുത്ത് അതിനകത്ത് ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈവൻ യു ക്യാൻ കോപ്പി ഇട്ട്. ഞാനിത് നോട്ടിഫൈ ലിസണേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഒന്നുകൂടി പറഞ്ഞത് എഴുതിയത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇനി നമ്മൾ ഈ പ്രൊവൈഡറിനെ ഇവിടെ ആഡ് ചെയ്യണം. ഓക്കെ, ഐ എം ഗോയിങ് ടു ഹാവ് ദിസ് പ്രൊവൈഡർ ഹിയർ, ദാറ്റ് ഈസ് ചേഞ്ച് നോട്ടിഫൈ പ്രൊവൈഡർ and context, then call that provider. പ്രൊവൈഡറിന്റെ പേര് ലൊക്കേഷൻ പ്രൊവൈഡർ എന്ന്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് എത്ര മൾട്ടി പ്രൊവൈഡർ ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്ര പ്രൊവൈഡർ വേണമെങ്കിലും ഇതിനകത്ത് എന്ത് ചെയ്യാം, പാസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ലെറ്റ്സ് റൺ ദിസ് പ്രോഗ്രാം. ലെറ്റ് മീ ടേക്ക് മൈ റിയൽ ഫോൺ. ഓക്കെ, ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ട് അതിൽ റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് മൈ ഫോൺ. ലെറ്റ് മീ അൺലോക്ക് മൈ ഫോൺ. ഓക്കെ, ഇത് നമ്മൾ എമുലേറ്റർ ആണ്. എമുലേറ്ററിൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് അൺനോൺ ലൊക്കേഷൻ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അത് കാണാൻ വേണ്ടി ഞാനത് ക്ലോസ് ചെയ്യുന്നുണ്ട്, എമുലേറ്റർ ഒന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ക്ലോസ് ദിസ്. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ദിസ് വിൻഡോ ഹിയർ. ഇനി എനിക്ക് വേണ്ടത് ഐ വോണ്ട് ദിസ്. ഓക്കെ, ഇവിടെ ആയിരിക്കും നമ്മൾ ആപ്പ് എന്ത് ചെയ്യുന്നത്. സോ നമ്മൾ ആപ്പ് എന്ത് ചെയ്തു, റണ്ണായി വന്നു. ദെൻ ഇതിനകത്ത് എന്ത് വന്നു, യു ഗോട്ട് ദിസ് തിങ്. ഇവിടെ ഇത് നമ്മൾ ഇന്റർഫേസ് ആണ്. ഇതിനകത്ത് നമ്മൾ എവിടെയും എന്ത് ചെയ്തിട്ടില്ല, ലൊക്കേഷൻ ആക്സസ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് ഇനി നമുക്ക് എന്ത് വരണം, ഈ ഒരു പ്രൊവൈഡർ അല്ലെങ്കിൽ ഈ പ്രൊവൈഡറിലെ ആ മെത്തേഡിനെ നമുക്ക് കോൾ ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഹോം പേജിൽ വന്നിട്ട് കം ടു യുവർ ഹോം പേജ്. ഹോം പേജിൽ വന്നിട്ട് ഓക്കെ, ഞാനൊന്ന് സൈഡ് ബൈ സൈഡ് ആക്കിയതാണ്. നമ്മൾ ഹോം പേജിൽ വന്നിട്ട് എന്ത് ചെയ്യണം, യു ഹാവ് ടു കോൾ ദാറ്റ് മെത്തേഡ്. ഗോ ടു യുവർ ഹോം പേജ് ആൻഡ് ടേക്ക് ദ ഹോം പേജ്. ഓക്കെ, ഇത് ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ഇനിറ്റ് സ്റ്റേറ്റിൽ വന്നിട്ട് ഇവിടെ ഇനിറ്റ് സ്റ്റേറ്റ് എഴുതുക. ഞാൻ ദിസ് ഇസ് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ്. സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റിൽ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ഇനിറ്റ് സ്റ്റേറ്റ് കിട്ടുള്ളൂ. ആൻഡ് ഗോ ടു യുവർ ഹോം പേജ് ആൻഡ് ഇൻസൈഡ് യുവർ ഹോം പേജിന്റെ ഇനിറ്റ് സ്റ്റേറ്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്, we have to call that method. ഇതിൽ ആ മെത്തേഡിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കോൾ ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇനി ഈ പേജ് ലോഡായി വരുമ്പോൾ ആ ലൊക്കേഷൻ ഡിറ്റർമൈൻ ലൊക്കേഷനിലെ മെത്തേഡ് ആക്സസ് ആവും. അപ്പോൾ നമ്മൾ എന്ത് കിട്ടണം, നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിട്ടില്ല, നമ്മൾ കൺസോളിൽ പ്രിന്റ് ചെയ്യാനാണ് കൊടുത്തത്. ഓക്കെ, ലെറ്റ്സ് ട്രൈ ദാറ്റ്. ഇനി സ്റ്റേറ്റിൽ വന്നിട്ട് നമ്മൾ എഴുതേണ്ടത് call your provider, that is location provider dot off okay, I think I just made some mistakes. Provider dot off context and make listen false. Then you have to call that method. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം, ഏതാണ് പ്രൊവൈഡർ എന്ന് പറയുന്നത് ലൊക്കേഷൻ പ്രൊവൈഡർ ആണ്. Then you can get that method, determine position. Okay, and put a semicolon. Okay, and this is what you have to write. And provider dot off context നിങ്ങൾക്ക് വിളിക്കാം and pass the context and listen colon false and determine position. And this is actually the method we wrote here. ഇവിടെ നമ്മൾ എഴുതിയ ഈ മെത്തേഡാണ്. ഇതിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം, ഇവിടുന്ന് ഈ പറയുന്ന ഫങ്ഷണാലിറ്റി ഒക്കെ നടന്നിട്ട് എന്ത് വേണം, നമുക്ക് നമ്മളോട് പെർമിഷൻ ചോദിക്കണം. ഓക്കെ, പക്ഷെ നമുക്കൊന്ന് റീബൂട്ട് ചെയ്യാം, നമ്മളെ ആപ്പ് ഒന്ന് റീബൂട്ട് ചെയ്യാം. Okay, let me reboot this thing. See, now you can see
ദ ആപ്പ് ഈസ് ആസ്കിങ് യുവർ ലൊക്കേഷൻ. ഇതിപ്പോൾ എന്താണ് സംഭവിച്ചത്, ഇവിടെ നമ്മളോട് എന്ത് ചോദിച്ചു, ലൊക്കേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഞാൻ ഓൾറെഡി ലൊക്കേഷൻ എനേബിൾഡ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി, സർവീസ് എനേബിൾഡ് ട്രൂ കിട്ടി. ഇതിന് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ചെക്ക് പെർമിഷൻ ചോദിച്ചു. അപ്പോൾ നമുക്ക് ഈ പറയുന്ന വിൻഡോ പോപ്പ് ചെയ്ത് വന്നു. ഓക്കെ, ഇനി ഇതിനകത്ത് നിന്ന് നമ്മൾ എന്താണ് കൊടുക്കുന്നത്, വൈൽ യൂസിങ് ദിസ് ഓൺലി ദിസ് ടൈം ഡോണ്ട് അലോ ആൻഡ് ദിസ് ഈസ് ദ ഡിനൈ ആൻഡ് ഓൺലി ദിസ് ടൈം ഉണ്ട് ആൻഡ് വൈൽ യൂസിങ് ദിസ് ആപ്പ് ഉണ്ട്. ഐ എം ഗോയിങ് ടു ഗിവ് ഇറ്റ് ആസ് ഓൺലി ദിസ് ടൈം. ഓക്കെ, ഞാൻ ഓൺലി ദിസ് ടൈം എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം, സി ഹിയർ യു ഗോട്ട് ദ, ഞാനിപ്പോൾ ഇരിക്കുന്ന കറണ്ട് പൊസിഷൻ്റെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് വാല്യൂ നിങ്ങൾക്ക് ഇവിടെ കിട്ടി. അതെവിടെ കിട്ടിയത്, നമ്മൾ ഇത് എവിടുന്ന വന്നത്, നമ്മളുടെ പ്രൊവൈഡറിനകത്ത് നമ്മൾ എന്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഈ വാല്യൂവിൽ ഇത് വന്നു ആൻഡ് യു ഗോട്ട് ദ കറണ്ട് പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ലൊക്കേഷൻ ആക്സസ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ് മീ സ്റ്റോപ്പ് ദിസ് അഗെയിൻ. ഒന്നുകൂടി ഞാൻ സ്റ്റോപ്പ് ചെയ്തു ആൻഡ് ഐ എം ഗോയിങ് ടു റൺ ദിസ് അഗെയിൻ. ഞാൻ ഇപ്പോൾ ഓൾറെഡി കൊടുത്തത് വൈൽ ഓൺലി ദിസ് ടൈം എന്നാണ് കൊടുത്തത്. ലെറ്റ്സ് ചെക്ക്, ഇത് ഒന്നുകൂടി ചോദിക്കുമോ നമുക്ക് നോക്കാം. ഓക്കെ, ആപ്പ് റണ്ണായി വരുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമുക്ക് ഒരു ലൊക്കേഷൻ നമുക്ക് കിട്ടി, അല്ലെങ്കിൽ ഒരു ലോഞ്ചിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് വാല്യൂ നിങ്ങൾക്ക് കിട്ടി. ആ വാല്യൂ ആസ് ഇറ്റ് ഈസ് നിങ്ങൾ ഇവിടെ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും ഇത് ചോദിച്ചിട്ടില്ല, ഇത് ഇവിടെ എന്തായിരിക്കും, ഈ സാധനം ഇവിടെ ഇങ്ങനെയാണ് വന്നത്. ഇത് ഇതേപോലെ ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇതിനെ ഒന്ന് കൺവേർട്ട് ചെയ്തെടുക്കണം. അതായത് പ്ലേസ് മാർക്കായിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്ലേസ് ആയിട്ട് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ജിയോ കോഡിംഗ് പാക്കേജ് ആണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ വന്നിട്ട് ഒരു പുതിയ ക്ലാസ് എഴുതുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് ലൊക്കേഷൻ അണ്ടർസ്കോർ സിംപ്ലി ലൊക്കേഷൻ, എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം, സർവീസ് ആൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് എഴുതി. ഓക്കെ, ദെൻ അതിൽ ഞാൻ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യാണ്. ദാറ്റ് ഈസ് കോൾഡ് ലൊക്കേഷൻ, ലെറ്റ് മീ കോൾ ഇറ്റ് ആസ് ലൊക്കേഷൻ സർവീസ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എന്തുണ്ട്, നമുക്ക് ആക്ച്വലി ഒരു പൊസിഷൻ നമ്മളെ കയ്യിലുണ്ട്. ആ പൊസിഷനെ എന്ത് ചെയ്യണം, നമുക്ക് പ്ലേസ് മാർക്ക് ആയിട്ട് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. പ്ലേസ് മാർക്ക്, ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്, ഐ എം ഗോയിങ് ടു ഡിക്ലെയർ ഓർ ഡിഫൈൻ എ ഫംഗ്ഷൻ ദാറ്റ് വിൽ കൺവേർട്ട്, അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ ഒരു പൊസിഷൻ പാരാമീറ്റർ അക്സെപ്റ്റ് ചെയ്യും, എന്നിട്ട് അതിനെ എന്താക്കി മാറ്റും, ഒരു പ്ലേസ് മാർക്ക് വാല്യൂ ആക്കി മാറ്റും. സോ ഇതിനകത്ത് ഞാനൊരു ഫംഗ്ഷൻ എഴുതുകയാണ്. അതിന്റെ പേര് നിങ്ങൾക്ക് ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ ഞാൻ കൊടുക്കുന്നത് ഇറ്റ്സ് എ ഫ്യൂച്ചർ void, excuse me, void, then no it's not void, I think ഇതിന്റെ ടൈപ്പ് പ്ലേസ് മാർക്ക് ആയിരിക്കും. അപ്പോൾ ഞാനത് റിട്ടേൺ ചെയ്യാൻ പോകുന്നത് ദ ടൈപ്പ് ഇസ് പ്ലേസ് മാർക്ക്. ഓക്കെ, ആൻഡ് പ്ലേസ് മാർക്ക് വരുന്നത് നമ്മളെ ജിയോ കോഡിംഗ് പാക്കേജിൽ നിന്നുമാണ്. ഇമ്പോർട്ട് ദാറ്റ് പാക്കേജ്, ദെൻ ഗെറ്റ് ലൊക്കേഷൻ നെയിം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതി. And this is going to accept a parameter position, then position, and okay, this is a question mark, and this is a parameter name, this is a type. Okay, and this is an async operation, async. Then ഇനി ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യണം ഇഫ് പൊസിഷൻ നള്ളാണെങ്കിൽ, എന്ന് വെച്ചാൽ നമ്മളിത് കൊടുത്തപ്പോൾ ഇതിന് പൊസിഷൻ വാല്യൂ പാസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പൊസിഷൻ പാസ് ചെയ്തിട്ടുണ്ട്, നോട്ട് ഈക്വൽ ടു നൾ, ഇങ്ങനെ എഴുതാം, എങ്ങനെ വേണം എഴുതാം. ഐ എം ഗോയിങ് ടു ട്രൈ സംതിങ് ആൻഡ് എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രൈ ക്യാച്ച് എഴുതുന്നുണ്ട്. സോറി, യു ക്യാൻ ഹാവ് എ ട്രൈ ബ്ലോക്ക്. ദെൻ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഹാവ് എ ക്യാച്ച്. നമുക്ക് ക്യാച്ച് ചെയ്യേണ്ടത് എറർ ക്യാച്ച് ദാറ്റ് ഇ. ദെൻ എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്, ഐ എം ഗോയിങ് ടു പ്രിന്റ് എറർ fetching location name. Okay, it is semicolon, and inside this try block we have to convert that. ആ കിട്ടിയ പൊസിഷനെ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് വേരിയബിൾ ഉണ്ടാക്കി, ഫൈനൽ ദാറ്റ് ഈസ് പ്ലേസ് മാർക്ക് ഈക്വൽ ടു await. Then you can call this method place mark from coordinates, and you can see
it is going to accept two values. One is latitude and one is longitude. And you know you have the position variable with you, and ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞ ഓർമ്മല്ലേ, പൊസിഷൻ ഡോട്ട് ലാറ്റിറ്റ്യൂഡും പൊസിഷൻ ഡോട്ട് ലോഞ്ചിറ്റ്യൂഡും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഫെച്ച് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് പാരാമീറ്ററിലേക്ക് എന്ത് ചെയ്യുക, ആ റിസീവ് ചെയ്ത പൊസിഷൻ വേരിയബിളിനകത്തുനിന്ന് ഫസ്റ്റ് കൊടുക്കേണ്ടത് ലാറ്റിറ്റ്യൂഡ്, ദെൻ പൊസിഷൻ ഡോട്ട് longitude. Okay, put a semicolon here. Now you got your place mark inside this variable. ഇതിനകത്ത് നിങ്ങൾക്ക് പ്ലേസ് മാർക്ക് കിട്ടും. ദെൻ ഇതിൻ്റെ താഴെ വന്നിട്ട് ചെക്ക് ചെയ്യണം പ്ലേസ് മാർക്കിനകത്ത് ഇഫ് പ്ലേസ് മാർക്സ് ഡോട്ട് ഈസ് നോട്ട് എം ടി എന്ന് വെച്ചാൽ അതിനകത്ത് ഒരു പ്ലേസ് മാർക്കും വന്നിട്ടില്ല, അല്ലെങ്കിൽ വന്നിട്ടുണ്ട് ഈസ് എം ടി അല്ല, ഈസ് നോട്ട് എം ടി അങ്ങനെ എഴുതി എന്ത് ചെയ്യണം, റിട്ടേൺ പ്ലേസ് മാർക്ക് ഓഫ് 0. ഓക്കെ, ദാറ്റ് ഈസ് എ ഹ്യൂജ് ലിസ്റ്റ്. ഒരു ജേസൺ വാല്യൂ പോലെയാണ് വരുന്നത്, ഒരു ഹ്യൂജ് ലിസ്റ്റ് ആയിരിക്കും. അതിനകത്ത് നമ്മൾ ആ അറേക്കകത്തുനിന്ന് നമുക്ക് 0th ഇൻഡെക്സിലുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടേണ്ടത്. ആൻഡ് ആഫ്റ്റർ എവറിത്തിങ്, ആൻഡ് ഇഫ് യു ഹാവ് എ റിട്ടേൺ ആൻഡ് യു ഹാവ് 2 brackets ഇസ് ക്ലോസിങ് ഹിയർ, ദെൻ ഇവിടെ ഇത് ക്ലോസ് ചെയ്യുന്നത് എവിടെ നോക്കുക, ഇതിവിടെയാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു റിട്ടേൺ null. ഓക്കെ, സോ ഇനി ഇതാണ് നമ്മളുടെ എന്ത്, ഒരു പൊസിഷൻ എടുത്ത് അതിനെ പ്ലേസ് മാർക്കായി കൺവേർട്ട് ചെയ്യുന്നത്. ആൻഡ് യൂട്ടിലൈസ് ദിസ് ഹിയർ, ഈ ക്ലാസ്സിനകത്ത് ഉപയോഗിക്കണം. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഐ എം ഗോയിങ് ടു ഹാവ് സം വേരിയബിൾസ്. ആദ്യം ചെയ്യേണ്ടത് ആ ലൊക്കേഷൻ സർവീസ് ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാക്കുകയാണ്. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ആ ലൊക്കേഷൻ സർവീസ് ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാക്കാൻ പോവാണ്. ദാറ്റ് ഈസ് യു ക്യാൻ ഹാവ് ഫൈനൽ location service underscore location service equal to location service. Okay, that is a instance of this class. That means ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രോപ്പർട്ടിയെ കോൾ ചെയ്യാം. ഗെറ്റ് ലൊക്കേഷൻ നെയിം എന്നുള്ള ആ മെത്തേഡിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കോൾ ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത്. ഇനി നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇനി നമുക്ക് വേണ്ടത് ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ വേരിയബിൾ ഓഫ് ടൈപ്പ് പ്ലേസ് മാർക്ക്, PLAC പ്ലേസ് മാർക്ക്. ഓക്കെ, പ്ലേസ് മാർക്ക് ടൈപ്പിൽ അണ്ടർസ്കോർ കറണ്ട് ലൊക്കേഷൻ നെയിം. ഓക്കെ, ദാറ്റ് ഈസ് nullable and make it nullable. Then ഇനി ഇത് പ്രൈവറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ സ്ക്രീനിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യണം, ഈ ലൊക്കേഷനെ ആക്സസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, യു നീഡ് എ ഗെറ്റർ. സോ ആ ഗെറ്ററിന്റെ ടൈപ്പും ഇത് തന്നെ ആയിരിക്കും, പ്ലേസ് മാർക്ക് ഗെറ്റ് കറണ്ട് ലൊക്കേഷൻ നെയിം ആരോ ഫംഗ്ഷൻ, ദെൻ അണ്ടർസ്കോർ കറണ്ട് ലൊക്കേഷൻ നെയിം. Place mark is nullable. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഇനി ചെയ്യേണ്ടത് ലാസ്റ്റ് വരിക, ഇവിടെ വന്നിട്ട് നമുക്ക് പൊസിഷൻ കിട്ടി, അത് നമ്മൾ പ്രിന്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, അണ്ടർസ്കോർ കറണ്ട് ലൊക്കേഷൻ നെയിം ഈക്വൽ ടു, യു ഹാവ് ടു റൈറ്റ് എന്ത് ചെയ്യണം, നമ്മൾ ലൊക്കേഷൻ സർവീസിനെ കോൾ ചെയ്തിട്ട് ആ ഗെറ്റ് ലൊക്കേഷൻ എടുക്കണം. You have that object here, location service dot get location name. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വേരിയബിളിലാണ് എന്തുള്ളത്, നമ്മളുടെ പൊസിഷൻ ടൈപ്പിലുള്ള ലോഞ്ചിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് വാല്യൂ ഉള്ളത്. അപ്പോൾ ഇത് എന്ത് ചെയ്യണം, ഇവിടെ പാസ് ചെയ്ത് കൊടുക്കണം കറണ്ട് പൊസിഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് തിരിച്ചു തരും, ഇത് എന്തായിരിക്കും, പ്ലേസ് മാർക്ക് ടൈപ്പിലുള്ള ഒരാളായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലെറ്റ് മീ പ്രിന്റ് ദിസ്, പ്രിന്റ് അണ്ടർസ്കോർ കറണ്ട് ലൊക്കേഷൻ നെയിം എന്ന് ഞാൻ പ്രിന്റ് ചെയ്തു. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റീബൂട്ട് ചെയ്ത ആപ്പ്, നിങ്ങൾക്ക് ഇവിടെ എന്താണ് കിട്ടുക നോക്കാം. ഓക്കെ, സോ വി ഗോട്ട് ദ ലാറ്റിറ്റ്യൂഡ്, ദിസ് ഈസ് ദ ലാറ്റിറ്റ്യൂഡ് ആൻഡ് വി കൺവേർട്ടഡ് ദിസ് ഇൻ ടു ദ അഡ്രസ്. ഓക്കെ, ദിസ് ഇസ് വേർ ഐ എം ലൊക്കേറ്റഡ്. ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ലൊക്കേഷനാണ്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തു, നിങ്ങൾക്ക് ഇതെന്താണ്, ഇത് പൊസിഷൻ ടൈപ്പിൽ വന്നതാണ്. ദിസ് ഇസ് എ latitude value, longitude value, and we converted this into a place mark. Okay, and you can see the place mark as it has a name, then street, then country,
then postal code ഉണ്ടായിരിക്കും, then your administrative area, sub administrative area, and you don't have a sub administrative area, and the locality, sub locality, and through fare എന്ന് പറഞ്ഞ ഒരു പാരാമീറ്റർ ഉണ്ട്, and sub through fare, and this is what we want to display on your screen. Okay, I think this is clear. എങ്ങനെയാണ് ലൊക്കേഷൻ പിക്ക് ചെയ്യുന്നത്, അതിനെ എങ്ങനെയാണ് തിരിച്ച് ഈ പ്ലേസ് മാർക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നൗ വി ഹാവ് ടു ഷോ ദാറ്റ് ഹിയർ. ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ യു ഐയിൽ എന്ത് ചെയ്യണം, ഈ ലൊക്കേഷൻ കാണിക്കണം. ഓക്കെ, സോ ലെറ്റ്സ് ഡു ദാറ്റ്. ഓക്കെ, നമ്മൾ യു ഐയിൽ നമുക്ക് ഈ ഒരു ഏരിയയിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളെ ലൊക്കേഷൻ പ്രിന്റ് ചെയ്ത് കാണിക്കേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഐ എം ഗോയിങ് ടു കൺസ്യൂം ദാറ്റ് പ്രൊവൈഡർ. ഞാൻ ആ ലൊക്കേഷൻ പ്രൊവൈഡറിൽ നിന്ന് വരുന്ന വാല്യൂ ഞാൻ കൺസ്യൂം ചെയ്യാൻ പോവാണ്. എവിടെ കൺസ്യൂം ചെയ്യണം, മുകളിൽ കാണുന്ന ആ റോയിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇത് കൺസ്യൂം ചെയ്യേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ആ ഒന്നുകിൽ കൺസ്യൂമർ വിഡ്ജറ്റ് ഉപയോഗിക്കാം. ഇനീഷ്യലി നമ്മൾ ഈ ആപ്പ് ലോഡായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസർ ലൊക്കേഷൻ പിക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്, നമ്മളുടെ ഈ ഏരിയ ഫൈൻഡ് ചെയ്യുക, എവിടെയാണ് നമ്മളുടെ ഈ പറയുന്ന പ്രൊവൈഡർ അല്ലെങ്കിൽ ഈ കണ്ടെയ്നർ യു ഐ എലമെന്റ് ഉള്ളത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, വി ആർ ഗോയിങ് ടു ഹാവ് ദാറ്റ് കൺസ്യൂമർ. ഇവിടെ ഇപ്പൊ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ദിസ് ഈസ് ദ കണ്ടെയ്നർ വി വാണ്ട് ടു ചേഞ്ച്. ഈ റോ, അതായത് ഈ ലൊക്കേഷൻ പിന്നുള്ള ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ലെറ്റ് മീ റീറൈറ്റ് ഇറ്റ് അഗെയിൻ. ഒന്നുകൂടി ഞാൻ എഴുതുകയാണ്, ഇത് കോപ്പി ചെയ്തിടാൻ വേണ്ടിയാണ്, നമുക്ക് ഫുള്ള് രണ്ടാമത് എഴുതണ്ടല്ലോ. സോ ഐ ക്യാൻ ഹാവ് ദാറ്റ് കണ്ടെയ്നർ ഹിയർ, കണ്ടെയ്നർ. ഐ തിങ്ക് ഇതല്ല ചേഞ്ച് ചെയ്യേണ്ടത്, ദ ഓൾ റോ ആയിരിക്കും ചേഞ്ച് ചെയ്യേണ്ടത് ഇത്. ഓക്കെ, ഐ എം ഗോയിങ് ടു റൈറ്റ് ദിസ് കണ്ടെയ്നർ. ഓക്കെ, സോ കണ്ടെയ്നർ, ദെൻ ഇതിൻ്റെ ചൈൽഡ് എന്ന് പറയുന്നത്, ആൻഡ് യു ക്യാൻ ഗിവ് എ ഹൈറ്റ്. ഇവിടെ നമ്മൾ കൊടുത്ത ഹൈറ്റ് എത്ര നോക്കിയാൽ ദാറ്റ്സ് 50. യു ക്യാൻ പ്രൊവൈഡ് ദാറ്റ് 50. ദെൻ ഇതിൻ്റെ ചൈൽഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൺസ്യൂമർ. ആൻഡ് എന്ത് ടൈപ്പിൽ എന്താണ് കൺസ്യൂം ചെയ്യേണ്ടത്, നമ്മുടെ ലൊക്കേഷൻ പ്രൊവൈഡർ ആണ് എന്ത് ചെയ്യേണ്ടത്, കൺസ്യൂം ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ കൺസ്യൂമർ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് എന്തുണ്ട്, യു ഹാവ് എ ബിൽഡർ. Okay, and that is going to return this row. ഈ റോ ആണ് എന്ത് ചെയ്യുന്നത്, ആ ബിൽഡർ റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ലെറ്റ് മീ റിമൂവ് ദിസ്. ഓക്കെ, ആൻഡ് കോപ്പി ദാറ്റ്, പേസ്റ്റ് ദാറ്റ്. 2 കോമ വേണ്ട, ഇവിടെ വരണം, ഇവിടെ വന്നൊരു കോമ ഇട്ട്. ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഒരു കൺസ്യൂമർ എഴുതി. കൺസ്യൂമർ ഒരു ബിൽഡർ ഉണ്ട്, ഇത് കൺസ്യൂം ചെയ്തിട്ട് ബിൽഡ് ചെയ്യേണ്ടത് ഇയാളെയാണ് ബിൽഡ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ബിൽഡറിന് പാരാമീറ്റർ ഉണ്ട്, ബിൽഡർ എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്. ഓക്കെ, ബിൽഡറിന് എന്തുണ്ട്, കോണ്ടെക്സ്റ്റ് ഉണ്ട്, ദെൻ പിന്നെ എന്തുണ്ട്, ഏത് പ്രൊവൈഡർ ആണ് എന്നുള്ള കാര്യം, ദാറ്റ് ഈസ് ലൊക്കേഷൻ പ്രൊവൈഡർ. സോ യു ഹാവ് ടു ക്രിയേറ്റ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ദാറ്റ് ലൊക്കേഷൻ പ്രൊവൈഡർ ഹിയർ. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ബിൽഡ് മെത്തേഡിൻ്റെ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ഹാവ് ഫൈനൽ ലൊക്കേഷൻ provider equal to provider dot of context, and the provider is location provider. I put a semicolon, and I'm going to have this. ഞാൻ ഇതാണ് കൺസ്യൂം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ഇവിടെ എഴുതി നിർത്തിയെടുത്ത് call that location provider, then pass the child parameter child, then this is going to return that row. Okay, now everything is clear. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ലൊക്കേഷൻ പ്രൊവൈഡർ ഉപയോഗിച്ച്, ഈ ലൊക്കേഷൻ പ്രൊവൈഡറിന്റെ ഒരു ഇൻസ്റ്റൻസ് ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയത് ഈ ക്ലാസ്സിന്റെ. ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൊക്കേഷൻ പ്രൊവൈഡർ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ അല്ല താഴെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി വരുന്നതാണ്. ലൊക്കേഷൻ പ്രൊവൈഡർ ഡോട്ട് എന്തുണ്ട്, യു ഹാവ് ഡിറ്റർമൈൻ പൊസിഷൻ ആൻഡ് യു ഹാവ് കറണ്ട് ലൊക്കേഷൻ നെയിം, കറണ്ട് പൊസിഷൻ, ആൻഡ് ദീസ് ആർ ഗെറ്റേഴ്സ്. ഇതൊക്കെ എന്താണ്, ദീസ് ആർ നോട്ട് ഫീൽഡ്സ്, ദീസ് ആർ ഗെറ്റേഴ്സ്. സോ അതിനാണ് നമ്മൾ എന്ത് ചെയ്ത്, അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി, പ്രൈവറ്റ് വേരിയബിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
ഗെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യേണ്ട ആളുടെ അടുത്ത് വരിക. നമുക്ക് എവിടെ ചേഞ്ച് ചെയ്യേണ്ടത്, ടെക്സ്റ്റ് ആണ്, കണ്ടെയ്നർ. ദെൻ ഇവിടെ നമ്മൾ ഹാർഡ് കോഡ് ചെയ്ത് വെക്കുകയാണ് ദുബായ് എന്നുള്ളത്. സോ ഐ നീഡ് ടു കോൾ ദാറ്റ് ലൊക്കേഷൻ പ്രൊവൈഡർ. സോ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇവിടെ എനിക്ക് എന്തിനെ കിട്ടണം, യു ക്യാൻ കോൾ ദാറ്റ് ലൊക്കേഷൻ പ്രൊവൈഡർ ഡോട്ട് കറണ്ട് ലൊക്കേഷൻ നെയിം ഡോട്ട്. ഈ ലിസ്റ്റ് നമുക്കറിയാം, കുറേ കാര്യമുണ്ട് അതിനകത്ത്. സി ഐ വാണ്ട് ടു ഗെറ്റ് ദ വാട്ട് ലൊക്കാലിറ്റി ആൻഡ് ദാറ്റ് ഈസ് നള്ളബിൾ. ഇത് നള്ളബിൾ ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യണം, സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നൗ യു ക്യാൻ സീ ഇറ്റ് ഈസ് ചേഞ്ച്ഡ്. ഇവിടെ കണ്ടോ, ഇത് ചേഞ്ച് ചെയ്തത്. നൗ ഇറ്റ് ഈസ് എക്സാക്ട്ലി വേർ ഐ ആം സിറ്റിംഗ്. ഞാൻ ഇരിക്കുന്നത് എവിടെയാണെന്നുള്ള കാര്യം ഉണ്ടായിരിക്കും. ആൻഡ് ഇഫ് യു ക്യാൻ ഗിവ് ദിസ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ and you can see Kerala, and if you want you can call country, and now it is country. Then I think you have something called name. Save it and the name, and if you want the pin code you can have the postal code. Now you can see the postal code, and you can have that values. ആ place markലാത്തുള്ള എല്ലാ വാല്യൂ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. I am going to have that locality and save it. Now you got the city where you are sitting. Okay, now this is my city, and നിങ്ങൾ റൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ ആയിരിക്കും കാണും. ഇനി ഞാൻ ഇവിടെ ഇങ്ങനെ ഇത്രയും നീട്ടി എഴുതുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമ്മൾ ഈ പ്രൊവൈഡർ എടുത്തതിൻ്റെ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈനൽ ലൊക്കേഷൻ, ഐ എം ഗോയിങ് ടു കോൾ ദിസ് as city equal to location provider dot current location name dot. You have this much variables. Street is the sub locality. അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. I want the locality. ഓക്കെ. ഇനി സംതിങ് സംഹൗ ചിലപ്പോൾ എന്തുണ്ടാക്കില്ല, ഇതിൽ വാല്യൂ ഇല്ലാന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, യു ഹാവ് ടു ഷോ സം മെസ്സേജ്. സി അൺനോൺ ലൊക്കേഷൻ എന്ന് കാണിക്കണം. ഓക്കെ, നമുക്ക് അവിടെ ഒരു വാല്യൂ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണിക്കണം, അൺനോൺ ലൊക്കേഷൻ കാണിക്കണം. ആൻഡ് ഐ എം ഗോയിങ് ടു റീപ്ലേസ് ദിസ് തിങ്. ഇവിടെ ഞാൻ ഉപയോഗിച്ച ഇതിനെ ഞാൻ മാറ്റിയിട്ട് എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു കോൾ ദിസ് ആസ് ലൊക്കേഷൻ സിറ്റി. ഓക്കെ, ആൻഡ് റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് നോ ചേഞ്ച്. സി ഇവിടെ കണ്ടോ, നൾ ചെക്ക് ഓപ്പറേറ്റർ യൂസ്ഡ് ഓൺ എ നൾ വാല്യൂ, യു ഹാവ് എൻ എറർ. സി ഇനീഷ്യലി ഞാനിവിടെ ചെയ്തു, ലോഡ് ചെയ്ത് വരുമ്പോൾ എറർ ഉണ്ടായിരിക്കും. അതിന് കാരണം എന്തായിരിക്കും, അതിന് കാരണം ഇനീഷ്യലി നമ്മൾ ലോഡ് ചെയ്ത് ഈ പേജ് ലോഡായി വരുമ്പോൾ എന്തില്ല, എവിടെ ഇതിൽ വാല്യൂ ഇല്ലായിരിക്കും. എവിടെ, ഒന്നെങ്കിൽ ഇവിടെ, അതല്ലെങ്കിൽ ഇവിടെ വാല്യൂ ഇല്ലായിരിക്കും. ഇവിടെ ഈ വിഡ്ജറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് അത് ഫ്യൂച്ചർ ആയതുകൊണ്ടാണ്. ഇവിടെ ഞാൻ ഇങ്ങനെ എഴുതാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്തു, ലൊക്കേഷൻ അൺനോൺ എഴുതി. ഐ തിങ്ക് ദാറ്റ് ഈസ് എ ഡെഡ് കോഡ്. ഇത് വർക്ക് ചെയ്യുന്നില്ല. ലെറ്റ് മീ റീബൂട്ട് ഇറ്റ്. ഓക്കെ, ആൻഡ് സ്റ്റിൽ ദാറ്റ് എറർ. യു ക്യാൻ have that like this. Let me rewrite it. Data. Okay, ഇതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, ലൊക്കേഷൻ സിറ്റി ഈസ് empty ആണെങ്കിൽ എന്ത് ചെയ്യണം, unknown location. Otherwise I think ഇതല്ലാണ്ട് ഒന്നുകൂടി ഒപ്റ്റിമൈസ് ചെയ്ത് എഴുതാൻ കഴിയും. ലൊക്കേഷൻ സിറ്റി ഡോട്ട് ഓർ ലൊക്കേഷൻ സിറ്റി put a comma. Let's try. Okay, still that error. ആ എറർ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള കാര്യം നോക്കിയാൽ മതി. അതിന് കാരണം മേ ബി ഇവിടുന്നായിരിക്കും വരുന്നത്. ഇത് ബിൽഡ് ചെയ്ത് വരുമ്പോൾ പ്രൊവൈഡറിൽ നിന്ന് ലൊക്കേഷൻ വരുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലെറ്റ് മീ ഫിഗർ ഇറ്റ് ഔട്ട്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു
pick the location, and we have some null checkers, so we have to tackle that. Okay, I think നിങ്ങൾക്ക് ലൊക്കേഷൻ പിക്ക്. ഓക്കെ, ഞാനത് ജസ്റ്റ് ഒരു ഇഫ് ബ്ലോക്ക് എഴുതി ഇവിടെ. ലോക്കൽ സിറ്റി എന്ന് വേണ്ടി ഇഫ് ലോക്കൽ ലൊക്കേഷൻ പ്രൊവൈഡർ ഡോട്ട് കറണ്ട് ലൊക്കേഷൻ നെയിം നോട്ട് ഈക്വൽ ടു നൾ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, സെറ്റ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ലൊക്കേഷൻ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ലെറ്റ് മീ ഫോർമാറ്റ് ദിസ് കോഡ്. ഓക്കെ, ദെൻ ഞാൻ റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റെഡ് കളറിൽ വന്നിരുന്ന നൾ ചെക്ക് എറർ നമുക്ക് ഇവിടുന്ന് വാനിഷ് ആയിട്ടുണ്ടാവും. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഹൗ യു ഫെച്ച് ദ ലൊക്കേഷൻ. ആൻഡ് ലെറ്റ് മീ റാപ്പ് ഇറ്റ് അപ്പ്. നമ്മൾ എന്താണ് ചെയ്തത്, നമ്മൾ ലൊക്കേഷൻ പ്രൊവൈഡർ എഴുതി, അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, കറണ്ട് പൊസിഷൻ ടൈപ്പിൽ ദെൻ ഒരു ഗെറ്റർ എഴുതി, ആ പൊസിഷൻ ഈ ക്ലാസ്സിന് പുറത്തുനിന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി. ദെൻ വി ക്രിയേറ്റഡ് എ ക്ലാസ് കോൾഡ് ലൊക്കേഷൻ സർവീസ് ടു റിവേഴ്സ് ദിസ്, അതായത് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് വാല്യൂ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി. ദെൻ പ്ലേസ് മാർക്ക് ടൈപ്പിലായിരിക്കും അതിൻ്റെ റിട്ടേൺ ടൈപ്പ്. അതിനുവേണ്ടി കറണ്ട് ലൊക്കേഷൻ നെയിം എഴുതി. ദെൻ അതിന് പുറത്തുനിന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി കറണ്ട് ലൊക്കേഷൻ നെയിം എന്നുള്ള ഒരു പാരാമീറ്റർ അല്ലെങ്കിൽ ഒരു ഗെറ്റർ എഴുതി. Then we have a determined position and we are going to do the actual checks. Okay, then service enable ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നുണ്ട്, പെർമിഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. And if everything is okay, we are fetching the location. Then and we are reversing that into the location name. Okay, and this is what our output in console, and this is what our output in your UI. Okay, and we use consumer widget and provider on state to manage ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്, and we use consumer. Okay, so I think this is clear to you, and video useful ആണെങ്കിൽ as always like ചെയ്യണം, comment ചെയ്യണം. Please do some comments, അല്ലെങ്കിൽ please write some comments because that motivates us. ഇനിയും വീഡിയോസ് ചെയ്യാണ്ട്, ഇനി ഇതിൻ്റെ ബാക്കി ചെയ്യാണ്ട് അത് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഉടനെ തന്നെ നമ്മളതിൻ്റെ ബാക്കി എന്തായിരിക്കും. ഇനി നമ്മൾ എൻഡ് പോയിന്റ്സ് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കിയിട്ടില്ല. ഇത് API എൻഡ് പോയിന്റ് ഉപയോഗിച്ചിട്ട് ഈ പറയുന്ന ലൊക്കേഷനിലെ വെതർ എന്താണെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോ വരുന്നൊരു ഈ വീക്ക് തന്നെ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. സീ യു സൂൺ.